So when you know who you are in Christ Jesus, you have to respond to that word. So when I am sharing today, it will break your all traditions. I am sure about it. That is not a promise to me, because I am a child of that person. From that day onwards, that is the heritage for me. Amen. ഈ ബൈബിൾ മുഴുവൻ പ്രോമിസ് ആണ്. പക്ഷെ മകനായി തീരുന്നതോട് കൂടെ ഈ പ്രോമിസ് എനിക്ക് പ്രോമിസ് അല്ല, എനിക്ക് അവകാശമാണ്. When you know I am a child of God, then you know what's the rights for the child of God. മകനെന്ന വെളിപ്പാട് ഉണ്ടാകാത്തോടത്തോളം കാലം അവന്റെ കാര്യം ദൈവമേ തരണേ എന്നാണ്. മകനെന്ന പദവിയിലേക്ക് വരുന്ന നിമിഷം മുതൽ ദൈവമേ തരണേ അല്ല, അതെന്റെയാണ്. ഈ സകല വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ നന്മകളാണ്, അതെന്റെ അപ്പന്റെയാണ്. എൻ്റെ അപ്പനിലേക്ക് ഞാൻ മകനായി തീർന്ന നിമിഷം മുതൽ എഴുതപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ അവകാശത്തിന്റെ ഭാഗമായി. Hallelujah. Today's message, what I'm going to share, discern between truth and promise. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സത്യത്തെയും വാഗ്ദത്തത്തെയും കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കിയാട്ടെ. Discern വിവേചിച്ച് മനസ്സിലാക്കി between truth and promise. സത്യത്തിനെയും വാഗ്ദത്തത്തെയും കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കുക. I'm in from my heart I can say this will change your whole attitude. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ മെസ്സേജ് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റാനായി പോകുന്നു. Say to your neighbor, your mind will receive a new revelation. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഇന്ന് പുതിയ വെളിപ്പാട് കൊണ്ട് നിറയാനായി പോകുന്നു. Your mind going to see and mind going to receive new revelation. It is going to enlighten by the word of God. ദൈവത്തിന്റെ വചനത്താൽ ഇന്ന് പുതിയ വെളിപ്പാട് നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാനായി പോകുന്നു. Can you say hallelujah? Hallelujah. Give a praise offering to the Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. No, most of the Christians believe the Bible is the word of God and the source of his promises. കൂടുതൽ ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്കുള്ള വഴിയാണ്, സോഴ്സ് ആണെന്ന്. ബൈബിൾ എന്ന് പറയുന്നത് വചനവും വാഗ്ദത്തങ്ങളുടെ സോഴ്സുമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എന്നാണ് നമ്മുടെ ചിന്ത. In another word we can say most of the Christians are thinking Bible contains full of promises. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിളിനകത്ത് ഉടനീളം വാഗ്ദത്തങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. That is true. അത് സത്യമാണ്. But I want to give you one more understanding. എനിക്കൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹമുണ്ട്. Bible is not only a book of promise, but also the book of truth and realities. ബൈബിൾ എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ പുസ്തകം മാത്രമല്ല, അത് സത്യവും യാഥാർത്ഥ്യങ്ങളുടെയും പുസ്തകമാണ്. It's not only a book of promises, it is a book of truth and revelations. അത് വാഗ്ദത്തങ്ങളുടെ മാത്രം പുസ്തകമല്ല, അത് സത്യങ്ങളുടെയും വെളിപ്പാടിന്റെയും പുസ്തകമാണ്. So when you know the truths give you a revelation. നിങ്ങൾ സത്യം മനസ്സിലാക്കുന്ന സമയത്ത് സത്യം നിങ്ങൾക്ക് പുതിയ വെളിപ്പാട് തരാനിടയാകും. That revelation about your identity, or revelation concerning your identity in Christ Jesus, as well as your rights and privilege in him. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ പ്രിവിലേജും സങ്കല്പങ്ങളും മനസ്സിലാക്കി തരുന്നതാണ് ബൈബിൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ സിമ്പിളായി പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം മൊത്തം ബൈബിൾ മുഴുവൻ പ്രോമിസുകളാണ്, വാഗ്ദത്തങ്ങളാണെന്നുള്ള ചിന്തയാണ് എല്ലാ ക്രിസ്ത്യാനികളുടെ അകത്തുള്ളത്. ശരിയാണ്. പക്ഷെ ഒരു ശരിയും കൂടെ നമുക്കറിയണം, ബൈബിൾ പ്രോമിസുകൾ മാത്രമല്ല പറയുന്നത്, ദൈവവചനത്തിന്റെ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ കൂടെയാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കൂ, എപ്പോഴാണോ എൻ്റെ അകത്തേക്ക് ഒരു സത്യം മനസ്സിലാകുന്നത്, ആ മനസ്സിലാകുന്ന സമയത്ത് എനിക്ക് ഒരു റെവലേഷൻ ഉണ്ടാകും, വെളിപ്പാടുണ്ടാകും. ആ വെളിപ്പാട് എന്തിനെ കുറിച്ചാണ് ഉണ്ടാകുന്നത്?
ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ്, ഞാൻ ആരാണ്, വ്യക്തിത്വം, എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകും. 2, എൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാകും. 3, മൈ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേക അവകാശങ്ങളെന്നാണ്. പ്രത്യേക അവകാശങ്ങൾ എനിക്ക് മനസ്സിലാകും. എൻ്റെ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എൻ്റെ പൈതൃകം എനിക്ക് മനസ്സിലാകും. കട്ടിയായിപ്പോയോ? മനസ്സിലാവുന്നു? Can I repeat it once again? When you receive a truth from the word, it's give you a revelation. ദൈവവചനത്തിൽ നിന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കും. The revelation give you who and gives you a real understanding concern about your identity. ആ വെളിപ്പാട് നിങ്ങൾ ദൈവത്തിൽ ആരാണെന്നുള്ള വ്യക്തിത്വത്തെ കുറിച്ചൊരു ബോധ്യം നിങ്ങൾക്ക് തരുവാനിടയാകും. Not only identity, your rights. നിങ്ങളുടെ ഐഡന്റിറ്റി മാത്രമല്ല, നിങ്ങളുടെ അവകാശങ്ങളും. Not only identity and rights, but also the privileges. നിങ്ങളുടെ ഐഡന്റിറ്റിയും അവകാശങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിവിലേജും കൂടെ നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും. Most of the Christians don't know their identity. കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിവില്ല. വ്യക്തിത്വം, ക്രിസ്തുവിലുള്ള എൻ്റെ വ്യക്തിത്വം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. So when you know your identity in Christ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, then only you know your rights in Christ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിലുള്ള അവകാശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനായി സാധിക്കത്തുള്ളൂ. And special privileges. അതിന്റെ പ്രത്യേകമായ അവകാശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. You got it? So when you read the Bible, നിങ്ങൾ വചനം വായിക്കുമ്പോൾ, you must learn God's word and know your rights and privilege and heritage and identity in Christ Jesus. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങൾക്ക് പ്രത്യേകമുള്ള അവകാശങ്ങളും നിങ്ങളുടെ പൈതൃകവും ദൈവത്തിലുള്ള വ്യക്തിത്വവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. Listen. ശ്രദ്ധിച്ചാലും, when you know your identity, നിങ്ങളുടെ വ്യക്തിത്വത്തെ തിരിച്ചറിയുമ്പോൾ, that identity can only the identity can lead you to the supernatural. ആ വ്യക്തിത്വത്തിന് മാത്രമേ നിങ്ങൾ അസാധാരണത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലായാൽ മാത്രമേ അത് നിങ്ങളെ സൂപ്പർനാച്ചുറലിലേക്ക് നടത്തത്തുള്ളൂ. When you know who you are in Christ Jesus, in other word, when you know your identity, it leads you to the supernatural. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അസാധാരണത്തിലേക്ക് നിങ്ങൾക്ക് നടക്കാനായി സാധിക്കത്തുള്ളൂ. People are struggling to get in supernatural. ജനങ്ങൾ അസാധാരണത്തിലേക്ക് നടക്കുന്നതിൽ പ്രയാസപ്പെടുന്നുണ്ട്. Because they don't know their identity. കാരണം അവരുടെ വ്യക്തിത്വം അവർക്ക് തിരിച്ചറിവില്ല. They don't know who they are in Christ Jesus. അവർ ക്രിസ്തുവിൽ ആരാണെന്ന് അവർക്ക് തിരിച്ചറിവില്ല. You understand what I am saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? When I know the word, ഞാൻ വചനം മനസ്സിലാക്കുമ്പോൾ, when I know my identity, ഞാൻ എൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ, I will not limited by my past. എൻ്റെ പഴയകാലം ഒരിക്കലും എനിക്കൊരു തടസ്സമായി അല്ലെങ്കിൽ എന്നെ ലിമിറ്റ് ചെയ്യാനായി സാധിക്കത്തില്ല. Or by people's perspectives. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ധാരണകൾ എന്നെ ഒരിക്കലും അതിർവരമ്പ് വെക്കാനായി ഇടയാകത്തില്ല. Supernatural understanding. അസാധാരണമായി മനസ്സിലാക്കാൻ. When you know your identity, നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, you will come out from your past experiences. നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പുറത്തു വരുവാനിടയാകും. You never live in your past. നിങ്ങൾ പഴയകാലത്തിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ജീവിക്കത്തില്ല. Not only that, you will come out from the people's perspectives. അത് മാത്രമല്ല, ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ചുള്ള ധാരണയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാനിടയാകും. You will start to say, നിങ്ങൾ പറയാനായി തുടങ്ങും, my identity, I know who I am. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. I know who I am. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. And also you will declare, നിങ്ങൾ പ്രഖ്യാപിക്കാനിടയാകും, I am who I am that the word says. വചനം പറയുന്നത് പോലെ ഞാൻ ആരാകുന്നു എനിക്ക് മനസ്സിലാകുക. നിങ്ങൾ പറയാൻ തുടങ്ങുക. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ ഒരു കൺഫ്യൂഷൻ പോലെ ഉണ്ടോ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബൈബിളിലെ
സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ നിങ്ങൾ അസാധാരണ ജീവിതത്തിലേക്ക് കയറും. പിടികിട്ടി? നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നവരോട് നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കത്തില്ല. ആളുകൾ ആദ്യം പറഞ്ഞതൊന്നും തലേ കയറ്റി വെക്കത്തില്ല. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. ഉണ്ടോ? എന്നെ സുഖമല്ലേ ഇപ്പം മനസ്സിലാക്കാൻ? ഒന്ന് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടുകൂടെ നിങ്ങൾ പറയും, ഞാനെന്ന് പറയുന്നത് എൻ്റെ അമ്മായിമ്മ പറഞ്ഞതല്ല, ഞാനെന്ന് പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞതുമല്ല, ഞാനെന്ന് പറയുന്നത് എന്താണോ വചനം പറഞ്ഞത് അതാണ് ഞാൻ. പിടികിട്ടിയാ ഞാൻ പറഞ്ഞേ? So when you know your identity in Christ Jesus, you will start to say like this, I am who I am that the word says. Amen. നിങ്ങൾ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ പറയാനായി തുടങ്ങും, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ആരാകുന്നു എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. Say to your neighbor, live in the word. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, വചനത്തിൽ ജീവിക്കുക. Accept what the word say about you. നിങ്ങളെക്കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Don't accept what the world says about you. ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കരുത്. Don't receive perceptions from the world. ലോകത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾ സ്വീകരിക്കരുത്. Don't live in your past. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ ജീവിക്കരുത്. You have to believe what the word says, that is I am. നിങ്ങളെക്കുറിച്ച് വചനം പറഞ്ഞിരിക്കുന്ന എന്താണോ അത് നിങ്ങൾ വിശ്വസിക്കണം. I am who I am, that what the Bible says. ഞാൻ ആരാകുന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ബൈബിൾ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത് അതാണ് ഞാൻ. When you start to live in the word, you will see a great life in your life. നിങ്ങൾ ദൈവവചനത്തിനോട് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു വലിയ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായി കഴിയും. കൈയടിച്ചൊരു ഹല്ലേലൂയ കർത്താവിനോട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ എന്നോട് കൂടെ പറഞ്ഞാട്ടെ. So I refuse to accommodate anything contrary to the word of God has said about me. ദൈവവചനത്തിന് വിരുദ്ധമായി എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നതിൽ ഞാൻ നിരാകരിക്കുന്നു. ദൈവവചനം പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുകയും ദൈവവചനത്തിന് വിരുദ്ധമായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെ ഞാൻ പരിപൂർണമായി തള്ളിക്കളയുകയും ചെയ്യുന്നു. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് നിങ്ങളോട് പറയാം. കാരണം devil know what I am going to share today. പിശാചിനറിയാം ഇന്ന് ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. Because already I preached in Anjal. ഞാൻ അഞ്ചലിൽ ഇത് പ്രസംഗിച്ചു കഴിഞ്ഞു. The first time after the meeting, youngsters came to me and say, Pastor, today's message enlightened my mind. ഇന്ന് പതിവില്ലാതെ ചെറുപ്പക്കാരായ ആൾക്കാർ ഇന്ന് എൻ്റെ അടുത്ത് കടന്നു എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ മെസ്സേജ് എനിക്കൊരു വെളിച്ചം തരുവാൻ. I am sure Trivandrum Church going to enter a new realm today. ഞാൻ വിശ്വസിക്കുന്നു ഈ തിരുവനന്തപുരം ചർച്ച അടുത്തൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. കൈകളടിച്ച് അന്യഭാഷയിൽ ആരാധിച്ച ദൈവത്തെ വിശ്വസിച്ചാട്ടെ. So I'm going to repeat everything what I shared. ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടെ പറയുന്നു. So listen, the Bible we think is all contains the promises of God. ബൈബിള് വാഗ്ദത്തങ്ങൾ നിറഞ്ഞതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. But Bible is contained by what words promises, not only promises, it's revealed truth and realities. ബൈബിൾ വാഗ്ദത്തങ്ങൾ നിറഞ്ഞാണ്. വാഗ്ദത്തങ്ങൾ മാത്രമല്ല സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നിറഞ്ഞ പുസ്തകം കൂടെയാണ്. When you receive the truth into your life, നിങ്ങളുടെ ജീവിതത്തിൽ സത്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ it gives revelation about your identity. നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അതൊരു വെളിപ്പാട് തരുവാനിടയാകും. When you know who you are in Christ Jesus, or in another word, when you know your identity, you will see your rights in the Bible, you will see your privileges in the Bible, you will see your heritage in the Bible. നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന വ്യക്തിത്വം നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക അവകാശങ്ങളും
നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാനായി സാധിക്കും. So when you know your identity, that moment you will get into the supernatural. നിങ്ങളുടെ Amen. വ്യക്തിത്വത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾ അസാധാരണത്തിലേക്ക് കടക്കുവാൻ ഇടയാകും. You will never live in your past. നിങ്ങൾ പഴയതിൽ നിങ്ങൾ ജീവിക്കത്തില്ല. Clear? Can you say hallelujah? ഹല്ലേലൂയ. So when you know your identity, you will refuse to everything the world spoke about you. വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എതിർക്കുവാൻ ഇടയാകും. You refuse to accommodate anything contrary to the word of God has said about you. നിങ്ങളെക്കുറിച്ച് വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന സർവത്ര കാര്യങ്ങളോ നിങ്ങൾ അതിനെ എതിർക്കുവാൻ ഇടയാകും, നിരാകരിക്കുവാൻ ഇടയാകും. ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കട്ടെ, ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ട് നിങ്ങളുടെ തലയിൽ കയറി എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഓടാം. ബൈബിൾ എന്ന് പറയുന്നത് പ്രോമിസിന്റെ പുസ്തകമാണെന്ന് നാം ചിന്തിക്കുന്നത്. പക്ഷെ ഇത് പ്രോമിസിന്റെ പുസ്തകം മാത്രമല്ല, ഇത് സത്യങ്ങളുടെ പുസ്തകമാണ്. എന്നാണ് ഓർക്ക പറ, സത്യങ്ങളുടെ പുസ്തകം. ഭയങ്കര ഒരു ബോംബാണ് നിങ്ങളുടെ ഉള്ളിൽ വീഴാൻ പോകുന്നത്, ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ സത്യങ്ങൾ മനസ്സിലായാൽ ആ വ്യക്തിക്ക് തങ്ങൾ ആരാന്ന് പിടികിട്ടും. ആരാന്ന് പിടികിട്ടുന്നതോടുകൂടെ നിങ്ങളുടെ അവകാശങ്ങളും നിങ്ങളുടെ പ്രത്യേക അവകാശങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അതോടുകൂടിയാണ് നിങ്ങൾ അസാധാരണ ജീവിതത്തിലേക്ക് കയറുന്നത്. ഇത്രയും മനസ്സിലായി? അസാധാരണ ജീവിതത്തിലേക്ക് കയറാനുള്ള കീ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്നതാണ്. അടുത്ത കാര്യം ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ലോകക്കാർ പറയുന്നതെല്ലാം നിങ്ങൾ തള്ളിക്കളയും, പകരം ദൈവവചനം പറയുന്നത് മാത്രം നിങ്ങൾ സ്വീകരിക്കാനായി തുടങ്ങും. ഇത്രയും മനസ്സിലായ ഒരു നല്ല ചുണയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടത് പ്രസംഗിക്കുകയല്ല, നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. So when you know your identity, നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ, I already share, you will get into supernatural. നിങ്ങൾ അസാധാരണത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ You ഇടയാകും. never live in your past, നിങ്ങൾ പഴയതിൽ നിങ്ങൾ ജീവിക്കത്തില്ല. and you never stay in what the people's നിങ്ങളെ കുറിച്ചുള്ള ജനത്തിന്റെ ധാരണയിൽ പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്തടി എന്റെ വായി വരാത്തെ? ഓക്കെ, ആളുകളുടെ ധാരണയിൽ ഞാൻ ജീവിക്കത്തില്ല. ക്ലിയർ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ വെൻ യു നോ യുവർ ഐഡന്റിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ, ഹൗ യു നോ യുവർ ഐഡന്റിറ്റി? എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിത്വം തിരിച്ചറിയുക? ത്രൂ ദ വേർഡ്, ദൈവവചനത്തിലൂടെ. ഹൗ യു നോ യുവർ ഐഡന്റിറ്റി? നിങ്ങൾ എങ്ങനെയാണ് വ്യക്തിത്വം തിരിച്ചറിയുക? ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിലൂടെ. You will, when you read the word, you will understand who I am in Christ Jesus. That is your identity. നിങ്ങൾ വചനം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന്. അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. So when you understand who you are in Christ, you have to respond to the word. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ വചനത്തിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു തരുന്നു മനസ്സിലായാൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. പറഞ്ഞേ, ഉറക്കെ പറ, പ്രതികരിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രതികരിക്കണം. Not only respond, you have to align your life with that truth. You have to align your life with that truth. You have to align your words and you align your thoughts with that truth. നിങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആ ദൈവവചനത്തോട് ചേർന്ന് നിങ്ങൾ നടക്കുവാനും ദൈവത്തിനോട് ചേർന്ന് നിങ്ങൾ പ്രതികരിക്കുവാനും തുടങ്ങണം. ഞാനൊന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. എൻ്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാം. നിങ്ങൾ ആരാണ് ക്രിസ്തുവിലെന്ന് നിങ്ങൾ മനസ്സിലായാൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രതികരിച്ചാൽ മാത്രം പോരാ, ആ മനസ്സിലാക്കിയ സത്യത്തോടൊപ്പം ചേർന്ന് നടക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും വേണം. ക്ലിയർ ആണ്? മനസ്സിലായെന്നോ ഇല്ലെന്നോ? ഒന്നും കൂടെ ആവർത്തിച്ച് പറയണോ? ഒന്നും കൂടെ ആവർത്തിച്ച്, കാരണം ഇവിടുന്ന് എനിക്ക് പ്രസംഗം തുടങ്ങാൻ ഒക്കത്തുള്ളൂ. ഇതെൻ്റെ അടിസ്ഥാനമാണ്. So when you know who you are in Christ Jesus, you have to respond to that word. നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൽ നിങ്ങൾ ആ വാക്യത്തോട് നിങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമാണ്. Not only respond, പ്രതികരിക്കുക മാത്രമല്ല, you have to
align your life and your thoughts and your words with that truth. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാ ആ ദൈവവചനത്തോട് ചേർന്ന് നിങ്ങൾ പ്രതികരിക്കാനായി തുടങ്ങണം. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ, ദൈവദിനത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായാൽ ആ മനസ്സിലായതിനോട് നിങ്ങൾ പ്രതികരിക്കണം. പ്രതികരിക്കുക മാത്രമല്ല, അതിനോടൊപ്പം ചേർന്ന് നടക്കണം, അതിനോടൊപ്പം ചേർന്ന് ചിന്തിക്കണം, അതിനോടൊപ്പം ചേർന്ന് സംസാരിക്കണം. Now I am getting into my message. ഇപ്പൊ ഞാൻ മെസ്സേജിലേക്ക് വരികയാണ്. So when I am sharing today, it will break your all traditions. I am sure about it. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാരമ്പര്യങ്ങൾ എല്ലാം മുറിഞ്ഞു പോകാനായി പോകുന്നു. So all wrong understanding is going to remove from your mind. തെറ്റായ നിങ്ങളുടെ മനസ്സിലാക്കലെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാനായി It's a പോകുന്നു. very familiar word. I am going to read John chapter 1 verse 12. നമുക്ക് സുപരിചിതമായ വാക്യം ഞാൻ വായിക്കുന്നത് യോഹന്നാൻ 1:12. ആ വാക്യം മലയാളത്തിലും വായിക്കാം, ഇംഗ്ലീഷിലും വായിക്കാം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. But to all who did receive him and believe in his name, he gave the right to become child of God. Can I ask a question to you? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ? Is this word is a promise or a reality? ഈ വാക്ക് എന്ന് പറയുന്നത് വാഗ്ദത്തമാണോ അതോ യാഥാർത്ഥ്യമാണോ? അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണോ അതോ സത്യമാണോ? സത്യം. പറ. സത്യം. കുറച്ചുപേര് മിണ്ടാതിരിക്കുക, അവർക്ക് രണ്ടും അറിയത്തില്ല. ഇത് വാഗ്ദത്തമല്ല, നിങ്ങൾ ദൈവത്തിന്റെ മോനാകാൻ പോകുകയല്ല. നിങ്ങൾ വിശ്വസിച്ച നിമിഷം മുതൽ നിങ്ങൾ ദൈവത്തിന്റെ മോനാണ്. Clear? So when you believe in Christ Jesus, that day onwards you become a child of God. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദിവസം അന്ന് മുതൽ നിങ്ങൾ ദൈവത്തിന്റെ പൈതലായി It is മാറിയിരിക്കുന്നു. not a promise. അതൊരു വാഗ്ദത്തമല്ല, It is a reality. അതൊരു സത്യമാണ്. So you have to respond to that word. നിങ്ങൾ ആ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമാണ്. Not only respond to that word, അതിനോട് പ്രതികരിക്കുക you മാത്രമല്ല, have to align your thoughts and your words, your walk with that word. നിങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ചിന്താഗതികളെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സും അതിനോടൊപ്പം ചേർന്ന് നടത്തേണ്ട ആവശ്യമാണ്. Hallelujah. When you know you are a child of God, നിങ്ങൾ ദൈവത്തിന്റെ മകനാണെന്ന് നിങ്ങൾ you have തിരിച്ചറിഞ്ഞാൽ to respond it. നീ അത് പ്രതികരിക്കണം. You have to believe and respond it. നീ വിശ്വസിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. And you have to align your thoughts and your words with that thoughts. നിന്റെ ചിന്തകളും നിന്റെ വാക്കുകളും അതിനനുസരിച്ച് അതിനോട് ചേർന്ന് നീ നടത്തുവാനിടയാകണം. നിങ്ങൾ ദൈവത്തിന്റെ മോനാണെന്ന് നിങ്ങളുടെ ദൈവത്തിനും പറഞ്ഞാൽ നിങ്ങൾ അതിനെ യെസ് എന്ന് പറയുക മാത്രമല്ല, അതനുസരിച്ച് നിങ്ങളുടെ നാവ്, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ ചിന്ത എല്ലാം അതനുസരിച്ച് നിങ്ങൾ കൊണ്ടുവരണം. Most of the people are thinking one day we are getting into a child of God. One day I will become a child of God. ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ പൈതലായി മാറുമെന്ന്. Listen to one more scripture, 1 John chapter 3 verse 1 and 2. 1 യോഹന്നാൻ 3:1-2. കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെയാകുന്നു. See what kind of love the Father has given us that we should be called children of God. Next word, and so we are. നമ്മൾ അങ്ങനെ ആയിരിക്കും. ആ വാക്ക് പറയുവാണ്, നിങ്ങളിപ്പോ ആരാണ്? You are the child of God. നീ ദൈവത്തിന്റെ പൈതലാണ്. Say to your neighbor, you are the child of God. അടുത്തൊരു വ്യക്തിയോട് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ പൈതലാണ്. Next word, beloved, we are God's children now. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, you are not going to be a child of God, you are a child of God നീ now. ദൈവത്തിന്റെ പൈതലായി മാറാൻ പോകുക എന്നല്ല, നീ ഇപ്പോൾ ദൈവത്തിന്റെ പൈതലാണ്. നിങ്ങൾ എന്റെ ഒപ്പം എത്തിയോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Can I get into that understanding a little more deeper? ഞാൻ കുറച്ചും കൂടെ ആഴത്തിലേക്ക് അത് മനസ്സിലാക്കി തരട്ടെ. Now you know you are a child of God. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. You already responded. നിങ്ങൾ അതിനോട് പ്രതികരിച്ചു. When you know you are a child of God, then only you know rights in the Bible. നിങ്ങൾ എപ്പോഴാണോ ദൈവ പൈതലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്, അപ്പോഴും മാത്രമേ ദൈവവചനത്തിലുള്ള അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടത്തുള്ളൂ. Carefully, you have to listen carefully.
ശ്രദ്ധിച്ചു You know, കേട്ടാൽ when you know I am a child of God, then you know what's the rights for the child of God. നിങ്ങൾ ദൈവപൈതലാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവപൈതലിനുള്ള അവകാശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കത്തുള്ളൂ. When you know this is a right for me, this is a heritage for me, this is a privilege for me, then you can align your life with that promise, with that word, not promise the word. എപ്പോഴാണോ നിങ്ങൾ ഇതാണ് എൻ്റെ അവകാശമെന്ന് മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ പ്രത്യേക അവകാശങ്ങളെന്ന് മനസ്സിലാക്കുക, ഇതാണ് എൻ്റെ പൈതൃകം എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ദൈവവചനവുമായി ചേർന്ന് നടക്കാനായി സാധിക്കത്തുള്ളൂ. കുറച്ചുകൂടെ നന്നായി പറഞ്ഞാൽ ആ സത്യമായി ചേർന്ന് നടക്കാനായി സാധിക്കത്തുള്ളൂ. Can you say hallelujah? Hallelujah. Can you say hallelujah? Hallelujah. So here I recognize from the word I am a child of God. ഞാൻ ദൈവത്തിനെ തിരിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്. So from that day onwards I have rights in the word. ആ വചനം മനസ്സിലാക്കിയ മുതൽ ദൈവത്തിന്റെ അവകാശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. Listen carefully. എന്നെ ശ്രദ്ധിച്ചു കേട്ടാലോ. When I know what is right, what is the privileges for me, then I also understood all the promises written in the word is not going to be a promise to me, it is become a right for me. എപ്പോഴാണോ ഞാൻ എൻ്റെ അവകാശങ്ങൾ, എൻ്റെ പ്രത്യേക അവകാശങ്ങളും മനസ്സിലാക്കാൻ ഇടയായത്, അപ്പോൾ മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എൻ്റെ വാഗ്ദത്തങ്ങളല്ല, ഇത് എൻ്റെ അവകാശങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ഒന്നും കൂടെ ആവർത്തിച്ച് പറയാൻ പോവാ. So listen, my father have a estate. എൻ്റെ പിതാവിനൊരു എസ്റ്റേറ്റ് ഉണ്ട്. So the estate is belongs to me. Every people know. എല്ലാവർക്കും അറിയാം ആ എസ്റ്റേറ്റ് എൻ്റെയാണ്. Did you think it's a promise to me or a heritage for me? അത് എൻ്റെ വാഗ്ദത്തമാണോ അതെൻ്റെ അവകാശമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനെ അറിയാം? It's a heritage for me. അതെന്റെ അവകാശമാണ്. That's a privilege for me. അതെന്റെ പ്രത്യേക That is അവകാശമാണ്. not a promise for me. അതെന്റെ വാഗ്ദത്തമല്ല. When it has become a promise, എപ്പോഴാണ് എന്റെ വാഗ്ദത്തമായത്? when it has become a heritage for me, എപ്പോഴാണ് എനിക്ക് അത് അവകാശമായി തീർന്നത്? when I know I am a child of God, I am the child of so and so, that day onwards I know that is a right for me, that's a privilege for me. എപ്പോഴാണോ ഞാൻ ആ വ്യക്തിയുടെ മകനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്, ആ തിരിച്ചറിഞ്ഞ സമയം മുതൽ അതെന്റെ അവകാശമാണ്, അത് പ്രത്യേക അവകാശമാണ്. Until and unless I don't know who I am, I can't rise my rights. ഏതുവരെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു, അതുവരെ എന്റെ അവകാശങ്ങൾ എനിക്ക് സാധിച്ചെടുക്കാനായി സാധിക്കത്തില്ല. So until and unless that day onward, until that day I will think that is my promise, one day I will reach that. ഞാൻ അത് മനസ്സിലാക്കുന്നത് വരെ ഞാനൊരു കാര്യം മനസ്സിലാക്കുക, അതെന്റെ വാഗ്ദത്തമാണ്, ഒരു ദിവസം ഞാൻ അത് ആ വസ്തു ഞാൻ സ്വീകരിക്കാൻ ഇടയാകും. That is not a promise to me because I am a child of that person. From that day onwards, that is the heritage for me. Amen. അതെന്റെ എന്റെ വാഗ്ദത്തമല്ല, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്നത് കൊണ്ട് അതെന്റെ അവകാശമാണ്, അത് എനിക്കുള്ളതാണ്. എനിക്കൊരു വീടുണ്ട്, ആ വീടിന്റെ അവകാശി അന്നുമോളും മോനുമാണ്. എന്റെ വീട് ഇവർക്കൊരു പ്രോമിസ് അല്ല, ഇവരുടെ അവകാശമാണ്. എന്റെ കൂടെ എത്തിയോ? ഇവർക്ക് എപ്പോ ഞാൻ ഇവരുടെ മോനാന്ന് മനസ്സിലാകുന്നു, അപ്പോ മുതൽ എന്റെ അല്ല, ഇവരുടെ അവകാശമാണ്. ഇവർക്ക് എപ്പോ ഞാൻ ഇവരുടെ അപ്പനാന്ന് മനസ്സിലാകുന്നത് വരെ, അതുവരെ ഇവർക്ക് അത് അവകാശമല്ല, വാഗ്ദത്തമാണ്. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? ഇത്രയും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ബൈബിൾ എന്താ പറഞ്ഞ? ആരെങ്കിലും ബൈബിൾ ഉണ്ടോ? നോക്ക, ഈ ബൈബിൾ മുഴുവൻ പ്രോമിസാണ്. പക്ഷെ മകനായി തീരുന്നതോടുകൂടെ ഈ പ്രോമിസ് എനിക്ക് പ്രോമിസ് അല്ല, എനിക്ക് അവകാശമാണ്.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, that's why Paul say 2 Corinthians chapter 1 verse 20, what are the promise? All the promise in Christ, it is amen to me. എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ എനിക്ക് ആമേനാണ്. അത് എനിക്ക് വാഗ്ദത്തമല്ല, അതെന്റെ അവകാശമാണ്. നിങ്ങൾ എന്റെ ഒപ്പ് എത്തിയോ? ഒരു നല്ല ആമേൻ പറഞ്ഞേ. Are you following me? Most of the Christians look at the Bible and think it is my promise. കൂടുതൽ ക്രിസ്ത്യാനികൾ ബൈബിൾ നോക്കിയിട്ട് പറയും, ഇത് എന്റെ വാഗ്ദത്തമാണ്. It's not your promise. ഇത് നിന്റെ വാഗ്ദത്തമല്ല. It is your right. അത് നിന്റെ അവകാശമാണ്. When it is become right? എപ്പോഴാണ് നിനക്ക് അത് അവകാശമായത്? When you become a child of God, from that day onwards it has become right for you. എപ്പോഴാണോ നീ ദൈവത്തിന്റെ പൈതലായി തീർന്നത് അന്ന് മുതൽ നിനക്ക് അത് അവകാശമായി മാറിയിരിക്കുന്നു. But most of the Christians are crying for the promises and fasting for the promises. പക്ഷേ കൂടുതൽ ക്രിസ്ത്യാനികൾ കരയുകയും ഉപവസിക്കുകയും ചെയ്യുകയാണ് അവർക്ക് ആ വാഗ്ദത്തം ലഭിക്കുവാനായി. It's a wrong way. അതൊരു തെറ്റായ വഴിയാണ്. It is a right for you. അത് നിന്റെ അവകാശമാണ്. Because when you are become the child of God, it is a heritage for you. അത് നീ എപ്പോഴാണോ ദൈവ പൈതലായി തീർന്നത് അപ്പോഴും നിനക്ക് പ്രത്യേക അവകാശമായി മാറിയിരിക്കുന്നു. Those who are become child of God, ആരൊക്കെയാണോ ദൈവ പൈതലായിരിക്കുന്നത്, that is become the blessing of God become the heirs for them. ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്കൊരു പൈതൃകമായി മാറിയിരിക്കുന്നു. Can you say hallelujah? Hallelujah. 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 If you are a child of God, all promises, it is not promises to you, it is a right for you, it is a heritage for you. Amen. നീ ദൈവ പൈതലായിരിക്കുന്ന സമയത്ത് നിനക്കുള്ളതല്ല, പിന്നെ വാഗ്ദത്തങ്ങളല്ല, നിനക്കുള്ള പ്രോമിസുകളെല്ലാം അത് നിന്റെ അവകാശമാണ്, അത് ഒരിക്കലും വാഗ്ദത്തമല്ല. എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാ. But what's our problem now? എന്താണ് നമ്മുടെ പ്രശ്നം എന്നറിയാമോ? We are still crying out for our promises. നമ്മൾ ഇപ്പോഴും വാഗ്ദത്തത്തിന് വേണ്ടി കരയുകയാണ്. But now I am a child of God. ഞാൻ ഇപ്പോൾ ദൈവ പൈതലാണ്. These words are not promised to me. ഇതിപ്പോ എനിക്ക് വാഗ്ദത്തങ്ങളല്ല. It is my privilege, it is my heritage, it is my right, it is my right, it is my right, so I can possess it. ഇത് എനിക്ക് വാഗ്ദത്തങ്ങളല്ല, ഇത് പിന്നെയോ എനിക്കിത് അവകാശമാണ്, ഇത് എന്റെ പൈതൃകമാണ്, ഇത് എനിക്ക് പ്രത്യേകതരമുള്ള അവകാശങ്ങളാണ്, അതുകൊണ്ട് എനിക്കത് കൈയടക്കാനായി സാധിക്കും. എന്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാവോ? എന്നോട് കൂടെ ഒന്ന് പറയാവോ? ദൈവ പൈതൽ ഞാൻ എന്നായോ, വാഗ്ദത്തങ്ങൾ എനിക്ക് അവകാശങ്ങളായി മാറി. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. നിങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയാ ഇരിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്റെ വാഗ്ദത്തമല്ല, എന്റെ അവകാശമായി മാറുകയാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. നിങ്ങൾക്ക് മുടിയനായ പുത്രന്റെ കഥ അറിയാം. മുടിയനായ പുത്രൻ തന്റെ അപ്പന്റെ അവകാശങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലായി. അപ്പനോട് ചോദിച്ചു, എന്റെ വസ്തുവകകൾ എനിക്ക് തരണം. അപ്പൻ അതിൽ തരില്ല എന്ന് പറഞ്ഞില്ല. അവൻ ചോദിച്ചത് അവന്റെ അവകാശം, ആ പ്രോമിസ് അല്ല. പ്രോമിസ് തരാതിരിക്കാൻ തരാം, പക്ഷെ അവകാശം നിനക്കുള്ളതാ, നിനക്ക് ലഭിച്ചേ ഒക്കത്തുള്ളൂ. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇത്രയും ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയവരൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയണോ? ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ജോസഫ് സാറേ, എന്താ ഞാൻ ഈ പറഞ്ഞേ, പറയാവോ? അവിടെ നിന്ന് പറഞ്ഞാൽ മതി. യേശുക്രിസ്തുവിൽ ഞാനായ നിമിഷം മുതൽ ബൈബിളിലെ വാഗ്ദത്തങ്ങൾ പിന്നെ എനിക്ക് വാഗ്ദത്തങ്ങളല്ല, അതെൻ്റെ ജീവിതത്തിൽ സത്യമാണ്. എന്താണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആ നിമിഷം മുതലായി വരികയാണ്. ഞാനത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നടക്കുകയും ചെയ്താൽ അതെൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറും. അനുമോളെ, എന്താ മനസ്സിലായെന്ന് പറഞ്ഞേ? നമ്മള് ദൈവമക്കളായ മകനോ മകളോ ആയ നിമിഷം മുതൽ നമുക്ക് ബൈബിളിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അന്ന് മുതൽ നമ്മുടെ അവകാശമായി മാറുകയാണ്. സോ സിമ്പിൾ. മനോജ്, എന്താ ഞാൻ പറഞ്ഞേ? ഉറങ്ങുമായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാ, വേറെ ഒന്നിനല്ല. ഞാൻ അവൻ്റെ മകനാണെന്ന ബോധ്യം എനിക്ക് ആ നിമിഷം വന്നു. ആ നിമിഷം മുതൽ അവൻ്റെ സകലത്തിനും ഞാൻ അവകാശിയാണ്. അപ്പൊ അത് വാഗ്ദത്തമല്ലേ? അവകാശമാണ്. വാഗ്ദത്തം ആവശ്യം തമ്മിലുള്ള വ്യത്യാസം എന്തുവാ?
മക്കൾക്ക് അവകാശമുള്ളൂ, വാക്തത്വമല്ല ഉള്ളത്. മക്കളുടെ അവകാശമാണ് നിങ്ങൾ ഇപ്പോഴും വാക്തത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ധുക്ക എന്താ മനസ്സിലായോ? പറയാമോ? എനിക്കൊന്നും നേടേണ്ട കാര്യമില്ല, എല്ലാം എന്റെ സ്വന്തമാണ്. സൂപ്പർ. ഒരു നല്ല കൈയടി കൊടുത്തേ. എനിക്കിനി ഒന്നും നേടേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം എന്റെയാ. എന്റെ അപ്പനെയാണെങ്കിൽ അത് എന്റെയാ. നിങ്ങളെന്താ കൈയടിക്കാത്ത? ഒരു ഹല്ലേലൂയ പറ. പക്ഷേ നമ്മുടെ തലയില് ഇപ്പോഴും ചിലത് നേടണം, കിട്ടണം, നേടണം, കിട്ടണം എന്നാ വിചാരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആരാന്ന് ശരിക്കും ഉള്ളിന്റെ ഉള്ളില് അറിയത്തില്ല. When you know your identity in Christ Jesus, then you will understand the Father God is my Father. Everything belongs to Him, belongs to me. So that is not a promise, that is my right. That is my right from the day of I started to believe in Christ Jesus. ഞാൻ എപ്പോഴാണ് ക്രിസ്തുവിൽ എൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്, അപ്പോഴും മുതൽ ഞാനൊരു കാര്യം മനസ്സിലാക്കുക, വേറൊന്നുമല്ല, സ്വർഗത്തിലായിരിക്കുന്ന പിതാവ് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവിന് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതല്ല എന്റേതാണ്. അതൊന്നും എനിക്കിനി വാഗ്ദത്തമല്ല, അതല്ല ഇനി എൻ്റെ അവകാശമാണ്. അതെല്ലാം എന്റെ അവകാശമാണ്, എന്റെ വാഗ്ദത്തമല്ല. വാഗ്ദത്തം മറ്റൊരാൾക്കാണ്. ഇത് അപ്പന്റെ സ്വത്തിന്റെ അവകാശിയാ ഞാൻ എന്നത് ഗ്രഹിക്കണം. So our problem, we lose our identity. We don't know who we are. നമ്മുടെ പ്രശ്നം നമ്മുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. You have to know who you are. നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ ആരാണെന്ന്. You have to align your life and your words and your thoughts, everything you have to align with this truth. ഈ സത്യം മനസ്സിലാക്കി നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ ജീവിതവും അതിനൊപ്പം ചേർന്ന് നടക്കാൻ ഇടയാകണം. Automatically your rights will follow you. Amen. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളെ പിന്തുടരാൻ ഇടയാകും. I'm going to give a very big difference between the promises and the truths and heritages. അവകാശവും പൈതൃകവും വാഗ്ദത്തവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു. Listen to me very carefully. എന്നെ ശ്രദ്ധിച്ച് കേട്ടാലും. Just imagine. So 3 weeks or 2-3 weeks before, I was looking at his old photo, you know. ഞാൻ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ജോഹയുടെ പഴയ ഫോട്ടോ നോക്കുകയായിരുന്നു. No beard. താടിയില്ല. When I look at him, he is totally different. ഞാൻ അതിനകത്ത് നോക്കിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടാണ് ജോഹ ആയിരിക്കുന്നത്. After 4 years now, just 4 years different, but he is extremely different. 4 വർഷത്തെ വ്യത്യാസത്തിൽ ഒരു വളരെ വ്യത്യാസം ജോഹയ്ക്കുണ്ടായി. He's a grown person now. ഇപ്പൊ ഒരു വളർന്ന വ്യക്തിയാണ്. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? I sent him to US to study. ഞാൻ യുഎസിലേക്ക് പഠിക്കാനായി പറഞ്ഞു വിട്ടു. But just imagine, ask our Princey, did she going to send her the, what's her name? Levina to US without any support, without any person? Can she do like that? നമുക്ക് പ്രിൻസി സഹോദരിയോട് ചോദിക്കാം, പ്രിൻസി സഹോദരി മകളായ ലെവീനെ ഇപ്പോൾ യുഎസിലേക്ക് ഒരു സഹായമില്ലാതെ പറഞ്ഞയക്കോ എന്ന് നമുക്ക് ചോദിക്കാം. ഒരിക്കലുമില്ല. She don't know anything. കാരണം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. So yesterday, day before yesterday, every day now he is going to buy something for me. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന് മുമ്പത്തെ ദിവസമൊക്കെ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരുന്നത് ജോഹയാണ്. I send him. ഞാൻ അവന് പറഞ്ഞു വിടാറുണ്ട്. നമുക്ക് എന്നെ മനസ്സിലായോ? But just imagine 4 years before, I won't do that. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അത് ചെയ്യത്തില്ലായിരുന്നു. Maybe I will allow him 500 rupees and send him to buy something. ഞാൻ ചിലപ്പോൾ 500 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ ചിലപ്പോൾ പറഞ്ഞു വിടും. Now I can give him 100,000 and send him to buy something. ഞാൻ എനിക്കിപ്പോ വേണമെങ്കിൽ 10,000 1 ലക്ഷം കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായി പറഞ്ഞു വിടാം. Because he grown. കാരണം ഇപ്പൊ അവൻ വളർന്നു. He grown to handle the things. ഇപ്പൊ കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ അവൻ വളരുവാനായി. When he grown to handle the things, he started to handle my wealth. എപ്പോഴാണോ കാര്യങ്ങൾ പൂർണ്ണമായി കൈകാര്യം ചെയ്യാനായി വളർന്നത് അപ്പോഴും മുതൽ എന്റെ സമ്പത്ത് മൊത്തം അവൻ കൈകാര്യം ചെയ്യാനായി തുടങ്ങി. So how I transfer my wealth to him, when he grow, that the day I will transfer my wealth. That's wealth belongs to him, but I can't transfer because he not grown.
അവൻ എപ്പോഴാണോ വളരുവാൻ ഇടയായത് അപ്പോഴും മാത്രമാണ് എൻ്റെ സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ അവന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുവാൻ ഇടയായത്. എപ്പോഴും അവൻ വളരാത്തിടത്തോളം കാലം എൻ്റെ സമ്പത്തിനെ അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായി സാധിക്കത്തില്ല. Living in your rights, you need to grow. നിങ്ങളുടെ അവകാശങ്ങളിൽ ജീവിക്കണമെങ്കിൽ നീ വളരണം. Sorry. നിന്റെ അവകാശങ്ങളിൽ ജീവിക്കണമെങ്കിൽ നീ വളരേണ്ട ആവശ്യമാണ്. If you want to get promises, you have to fast and pray. നിനക്ക് അവകാശങ്ങൾ പ്രാപിക്കണമെങ്കിൽ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവകാശങ്ങളല്ലല്ലോ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. Most of the ചെയ്യണം. people are crying for their promises. ആൾക്കാർ കൂടുതലും അവരുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കരയുകയാണ്. They fast and cry and fast for their promises. അവർ ഉപവസിക്കുകയും കരയുകയും ചെയ്യും അവരുടെ വാഗ്ദത്തങ്ങൾ ലഭിക്കാനായി. I'm not crying to get my promises from my father. When I am grow, my father automatically give all his belongings to me because I am grown to handle it. എൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിക്കാൻ വേണ്ടി ഞാൻ കരയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എപ്പോഴാണോ വളരുവാൻ ഇടയായത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പിതാവ് എൻ്റെ അവകാശങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ വളരുവാൻ ഇടയായത് അപ്പോൾ മുതൽ എൻ്റെ അവകാശങ്ങൾ പിതാവ് എന്നെ ഏൽപ്പിക്കുവാൻ ഇടയായി. ഞാൻ ഇവളുടെ കയ്യിൽ ചെറുപ്പത്തിൽ 100 രൂപ പോലും കൊടുക്കത്തില്ലായിരുന്നു. കാരണം ഇവൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. ഇവള് വളർന്നപ്പോൾ ഞാൻ അവൾക്ക് എന്താണ് ആവശ്യം അത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്താണ് ആവശ്യം അവൾ ഇത് എടുക്കുകയാണ്. കാരണം വളർന്നപ്പോൾ എൻ്റെ സ്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ ഇവൾ പഠിച്ചു. ഇവിടെ എത്രയധികം എൻ്റെ സ്വത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നോ അത്രയധികം ഇവൾക്ക് അത് ഉപയോഗിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ ആളുകൾ ഇപ്പോഴും കരയുകയാണ്, ദൈവമേ നൽകണേ, ദൈവമേ അത് നൽകണേ, ദൈവമേ ഇത് നൽകണേ. അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവർക്കത് കിട്ടാനാണ്. പക്ഷെ അറിയേണ്ടത്, ദൈവത്തിൻ്റെ മക്കളായാൽ, മക്കൾ എന്ന പദവിയിലേക്ക് വന്നാൽ കരയും നിലവിളിക്കുകയല്ല വേണ്ടത്, വളരുകയാണ് വേണ്ടത്. അത് ഹാൻഡിൽ ചെയ്യാൻ തക്ക വേണം. കുറച്ചു പേർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കാം. പ്രയോജനപ്പെടുന്നുണ്ടോ? ഇല്ല. എൻ്റെ ദൈവമേ, വാക്തത്വവും അവകാശവും തമ്മിൽ കൂട്ടിയിടിച്ച് എത്രയോ വർഷങ്ങൾ നടന്നിട്ടുണ്ടെന്നറിയോ? ഇപ്പോൾ എന്താ എൻ്റെ അവകാശം എന്ന് എനിക്കറിയാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ പ്രോമിസുകളും ഒരിക്കൽ എനിക്ക് വാക്തത്വങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് വാക്തത്വങ്ങളല്ല, അതെൻ്റെ അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശമാണ്. അയ്യോ, ഭയങ്കര. ഇനി ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ദൈവമേ ദൈവമേ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ വളരുന്ന അനുസരിച്ച് എന്നിൽ അതുണ്ടായിക്കൊണ്ടേയിരിക്കും, എനിക്കത് ലഭിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മകനാകുന്നതിനേക്കാൾ മുമ്പ് എന്തായിരുന്നു? അത് വാക്തത്വങ്ങളായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ പ്രോമിസ് അല്ല, സ്വന്തമാണ്. ഇറ്റ് ഈസ് മൈൻ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, മകനാവണേക്കാൾ മുമ്പ് അതെനിക്ക് എന്ത് ചെയ്യണമായിരുന്നു? കിട്ടണമായിരുന്നു, ചോദിക്കണമായിരുന്നു, ലഭിക്കണമായിരുന്നു, ദൈവം തരണമായിരുന്നു. ഇപ്പോ ഞാൻ മകനായപ്പോ എനിക്ക് ചോദിക്കണോ വരണോ അതൊന്നല്ല, അതെല്ലാം എൻ്റെ ആയി തീർന്നു, എൻ്റെ അവകാശമായി. കൈയടിക്കുന്നില്ല നിങ്ങൾ, ആമേൻ പറയുന്നില്ല. പക്ഷേ ക്രിസ്തീയ വിശ്വാസികള് ഇന്നും ജീവിക്കുന്നത് പ്രോമിസിനോട് ബന്ധിക്കപ്പെട്ടാണ്, അവകാശങ്ങളോട് ബന്ധിക്കപ്പെട്ടല്ല. മകനെന്ന വെളിപ്പാട് ഉണ്ടാകാത്തോടത്തോളം കാലം അവന്റെ കാര്യം ദൈവമേ തരണേ എന്നാണ്. മകനെന്ന പദവിയിലേക്ക് വരുന്ന നിമിഷം മുതൽ ദൈവമേ തരണേ അല്ല, അതെന്റെയാണ്. നിങ്ങളെന്താ കൈയടിക്കാത്തെ? ആ മകനെന്ന വെളിപ്പാടിലേക്ക് വരുമ്പോ അതെല്ലാം ദൈവം നമുക്ക് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യം തരും. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. പറ, ഞാൻ എത്ര സമയം എടുക്കുന്നറിയോ ഈ കുഞ്ഞു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ? എൻ്റെ ദൈവം, ഇത് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആയേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലെന്ന് തോന്നുന്നുണ്ടാ വീണ്ടും പറയുന്നേ. നിങ്ങളുടെ അകത്ത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മനസ്സിലാകുന്നു? ഇല്ല. നിങ്ങൾ ഏതിനകത്താ ജീവിക്കുന്നേ? അവകാശങ്ങളിലാണോ വാക്തത്വങ്ങളിലാണോ? കള്ളവല്ലേ ഒരുമിച്ചിരുന്ന് പറയുന്നേ? സത്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവകാശങ്ങളിലാണോ ജീവിച്ചോണ്ടിരുന്നേ, അതോ വാക്തത്വങ്ങളിലാണോ ജീവിച്ചോണ്ടിരുന്നേ? പറ. കണ്ടോ, എല്ലാവരും വാ തുറന്നു. എന്തിലാ? വാഗ്ദത്തങ്ങൾ. നീ ഇപ്പൊ ഏതിലാ ജീവിക്കണ്ടേ റോജ? അവകാശങ്ങളിൽ. അപ്പൊ നിനക്ക് ഇനി അവകാശം വേണ്ടേ? അത് വാക്തത്വം വേണ്ടേ? വാഗ്ദത്തം കഴിഞ്ഞു, ഇനി അവകാശത്തിലാണ് ഞാൻ. ബ്യൂട്ടിഫുൾ.
ചില വാക്തത്വങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് നിങ്ങൾ പറയും. നിത്യത വാക്തത്വമാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ഞാൻ നിത്യതയിലേക്ക് പ്രവേശിച്ച ദിവസമാണ് യേശുവിൻ്റെ ജീവൻ എൻ്റെ വന്ന ദിവസം. ഞാൻ ഈ ശരീരം വിടുന്നേ ഉള്ളൂ. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദിവസം മുതൽ ഞാൻ നിത്യതയിലാണ്. അത് അത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇപ്പൊ പറ്റത്തില്ല. ഇത്രയെങ്കിലും തലേ കയറിയാൽ പ്രയോജനപ്പെടുത്താം. പറ. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് നമ്മൾ മക്കളെങ്കിലും അവകാശികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഇത് വാഗ്ദത്തമാണ്, എനിക്ക് ഒരിക്കൽ ലഭിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരിക്കൽ ലഭിക്കുമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമുക്കത് ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ എന്നാണ് മകനെന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ അത് മൊത്തം നമ്മുടേതാണ്. ഹല്ലേലൂയ. അടിപൊളി. പറ. ബ്രദറെ, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്തിടത്താണ് എൻ്റെ പരാജയം. വചനം പറയുന്നത് പോലെ ഞാൻ ഇദ്ദേഹം പ്രസംഗകനാവുന്ന എനിക്കിപ്പോൾ സംശയമില്ല. ആ വാചകം പ്രസംഗകൻ്റെയാ. എന്നാ പറഞ്ഞേ? ക്രിസ്തുവിൽ ഞാൻ ആരാന്ന് അറിയാത്തതാണ് എൻ്റെ പരാജയം. നിങ്ങൾ നടത്തിയിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയാത്തതാണ് എൻ്റെ പരാജയം. ഞാൻ ക്രിസ്തുവിൽ ആരാന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ആരാ? അവൻ്റെ മോനാ. ഒന്ന് ഉറക്കെ പറ, ഞാൻ ആരാ? ഞാൻ അവൻ്റെ മോനാണ്. യേശുവിൽ വിശ്വസിച്ച മുതൽ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചുകൊണ്ട് പറ, ഞാൻ ദൈവത്തിൻ്റെ. അങ്ങനെയെങ്കിൽ വചനം പറയുന്നത് പോലെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ആ മകനെന്നുള്ള ബോധ്യത്തിലാകുമ്പോഴത്തേക്കും സകല അവകാശങ്ങളും എനിക്കുള്ളതാണ്. ആമേൻ. വാഗ്ദത്തങ്ങൾ നേരത്തെ ഉള്ളതാണ്, പക്ഷെ ഇപ്പോൾ അവകാശത്തിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അറിയേണ്ടത്, ഈ സകല വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ നന്മകളാണ്. അതെൻ്റെ അപ്പൻ്റെയാണ്. എൻ്റെ അപ്പനിലേക്ക് ഞാൻ മകനായി തീർന്ന നിമിഷം മുതൽ എഴുതപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായി. ഓ ഹല്ലേലൂയ. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. അവകാശങ്ങൾ പ്രാപിച്ചിടാം, ദേശങ്ങളെ കൈവശമാക്കാം. കുറച്ചു നേരം കൂടെ പ്രസംഗിക്കട്ടെ. ഞാനൊരു പോയിന്റിൽ എത്തിയുള്ളൂ. നിങ്ങളിത് മനസ്സിലാക്കി തന്ന് നിങ്ങളിത് തലേ കയറിയാതെ നിങ്ങളെ വീട്ടിൽ വിട്ടിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ ചോദിച്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? കുറച്ചും കൂടെ മനസ്സിലായോ? ഞാൻ കുറച്ച് നേരം കൂടെ ഒരു 15 മിനിറ്റ് കൂടെ പ്രസംഗിക്കട്ടെ, എന്നിട്ട് വിട്ടാൽ മതിയോ അതോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണോ? 15 മിനിറ്റും കൂടെ പോകണോ നിർത്തണോ? പോകണമെന്നുള്ളവരത് കൈ ഉയർത്തി കാണിച്ച്, എൻ്റെ യേശുവേ ഇവർ ഇത്രയും മാറിയോ? എനിക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയാൽ തറ വയ്ക്കുന്ന കാര്യം ഇഷ്ടമല്ല. ലിസൺ, now you know who you are in Christ Jesus. ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ക്രിസ്തുവിൽ ആരാണെന്ന്. You have to respond to the word. നിങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമാണ്. When you not only respond, you have to align your life with that truth. നിങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, ആ സത്യത്തോട് നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്ത് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യമാണ്. Just imagine, this is the word of God. ഇത് ദൈവവചനം എന്ന് സങ്കല്പിക്കുക. So I have to align my life with the word of God. ഈ ദൈവവചനമായിട്ട് ചേർന്ന് എന്റെ ജീവിതത്തെ ചേർന്ന് നടക്കേണ്ട എന്റെ ആവശ്യമാണ്. I have to align my thoughts and words, my whole life with this understanding. എന്റെ ചിന്തകളും എന്റെ സംസാരവും എന്റെ ജീവിതം മുഴുവനോ ഈ മനസ്സിലാക്കലുമായിട്ട് ചേർന്ന് നടക്കേണ്ട ആവശ്യമാണ്. That produce success in me. അത് എന്നിൽ വിജയം കൊണ്ടുവരാൻ ഇടയാകും. Hallelujah. Hallelujah. You have to respond to the word. നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കണം. You are the child of God. നീ ദൈവ വൈതലാണ്. It is a very simple truth. അതൊരു വളരെ നിസ്സാരമായ സത്യമാണ്. But when you know you are a child of God, നിങ്ങൾ ദൈവ വൈതലെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ all promises become a right to you or a heritage for you. Amen. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ എല്ലാം നിങ്ങളുടെ അവകാശമായി മാറ്റപ്പെടുവാൻ ഇടയാകും. Let's turn to one more scripture, 1 John chapter 3 verse 16. നമുക്ക് ഒരു വാക്യത്തിലൂടെ യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that he gave his only son, that whoever believe in him should not perish but have eternal life. നിങ്ങൾ ആ വാചകം എടുത്തോ? It's a beautiful scripture. What is saying? എന്താണ് ഇത് പറയുന്നത്? Those who believe in Christ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ should not perish. അവർ നശിച്ചു പോകത്തില്ല. Why you should not perish? എന്തുകൊണ്ടാണ് നശിച്ചു പോകാത്തത്? When he believe in Christ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ that moment onwards, ആ നിമിഷം മുതൽ the life of God come into the heart. ദൈവത്തിന്റെ ജീവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. The truth is,
സത്യം എന്ന് പറയുന്നത് You will not perish. നിങ്ങൾ നശിച്ചു പോകത്തില്ല. Why you will not you should not perish? എന്തുകൊണ്ടാണ് നീ നശിച്ചു പോകാത്തത്? The life of God is in you. ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. Do you think it's a promise or a reality? അത് വാഗ്ദത്തമാണോ അത് സത്യമാണോ? God is going to give you life or God is already given you life? ദൈവം നിനക്ക് ജീവൻ തരാൻ പോകുന്നു എന്നാണോ? ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ടെന്നാണോ? Tell me. പറഞ്ഞാല് When you accept Christ Jesus, from that day onwards, the life of God is in you. നിങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന സമയം മുതൽ ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. For what God gave the life of God in you? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്ത് തന്നത്? Should not perish. നീ നശിച്ചു പോകാതിരിക്കാൻ. But still now look at yourself. You are crying for, Lord, I am perishing, help me. That's what you are crying. നിങ്ങൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഞാൻ നശിച്ചു പോകുന്നു എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. എന്നെ നാശത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. Lord, I am perishing, help me. That's what we are praying. ഞാൻ നശിച്ചു പോകുന്നു, എന്നെ സഹായിക്കണേ. We are fearful about our future. We are fearfully thinking we are going to perish in our future. നമ്മൾ നമ്മുടെ ഭാവിയെ ഭയത്തോടെ നോക്കുകയാണ്. ഭാവിയിൽ ഞാൻ നശിച്ചു പോകാൻ ഇടയുണ്ടെന്ന് ഭയത്തോടെ നമ്മൾ നോക്കുവാൻ ഇടയാകുന്നു. Listen, why Holy Spirit, why God Jesus given you the life? എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് നിനക്ക് ജീവൻ തരുവാൻ ഇടയായത്? So simple. God has a plan for you. You should not perish. ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്നെ കുറിച്ച് ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, നീ നശിച്ചു പോകരുത്. That's why he given you life. അതുകൊണ്ടാണ് അവന്റെ ജീവൻ നിനക്ക് തന്നത്. So from that day onwards no one can destroy you. അന്ന് ആ നിമിഷം മുതൽ ആർക്കും നിന്നെ നശിപ്പിക്കാനായി സാധിക്കത്തില്ല. This is your identity. ഇതാണ് നിന്റെ വ്യക്തിത്വം. No one can destroy you. ആർക്കും നിന്നെ തകർക്കുവാനായി സാധിക്കത്തില്ല. No cancer can destroy you. ക്യാൻസർ നിന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല. Diabetes can destroy you. Yes. Nerve problems can destroy you. Nothing can destroy you. ഞരമ്പ് രോഗത്തിനോ ഒരു പ്രശ്നത്തിനോ നിന്നെ തകർക്കുവാനായി സാധിക്കത്തില്ല. Because life of God is in you now. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. Hallelujah bara. But even the Christians are saying, Lord help me, I have diabetic, I have cancer, I have uterus problem, I am in the bleeding, I have this. You are fearful about your future. You are thinking you are going to perish. ക്രിസ്ത്യാനികൾ പോലും ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ എനിക്ക് ഡയബറ്റിക് ഉണ്ട്, എനിക്ക് ക്യാൻസർ ഉണ്ട്, എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയത്തോടെ ദൈവസന്നിധിയിലായിരിക്കും ഞാൻ ഇതാ നശിച്ചു പോകുന്നെന്ന് ദൈവത്തോട് പറയാനിടയാകുന്നു. But listen, why the life come into your heart? പക്ഷെ മനസ്സിലാക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ ഹൃദയത്തിലേക്ക് ജീവൻ വരുവാനിടയായത്? It is a guarantee from God. അത് ദൈവത്തിൽ നിന്നുള്ള ഗ്യാരണ്ടി, It is an assurance from God. ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണ്. It is a guarantee from God. ദൈവത്തിൽ നിന്നുള്ള It ഉറപ്പാണ്. is an assurance from God. ദൈവത്തിൽ നിന്ന് ഉറപ്പാണ്. Those who are believe in Christ Jesus ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ should not അവർ perish. നശിച്ചു പോകത്തില്ല. That is a guarantee. അത് ദൈവത്തിന്റെ ഉറപ്പാണ്. The guarantee is in you now. ആ ഉറപ്പ് നിന്റെ അകത്താണ് ആയിരിക്കുന്നത്. When I bought this iPad, ഞാൻ ഈ ഐപാഡ് വാങ്ങിയ സമയത്ത് they give a warranty card for me. അവർ എനിക്കൊരു വാറണ്ടി കാർഡ് തരുവാനിടയായി. Before 1 year anything happen, I can replace it. ഒരു വർഷത്തിനകത്ത് എന്ത് സംഭവിച്ചാലും അവർ അത് മാറ്റി തരുവാനിടയാകും. Because once if I have a guarantee card with me, ഒരു വാറണ്ടി കാർഡ് ഗ്യാരണ്ടി കാർഡ് എന്റെ I can കയ്യിലുണ്ടെങ്കിൽ go to the showroom എനിക്ക് ആ ഷോറൂമിൽ പോയി and declare my replacement. എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് അവകാശപ്പെടാം എന്നെ ഇത് മാറ്റി തരാൻ വേണ്ടിയിട്ട്. Because the guarantee card is with me. കാരണം ആ ഗ്യാരണ്ടി കാർഡ് എന്റെ ഒപ്പം ഉണ്ട്. The same way, അതേപോലെ the life of God is in me. ദൈവത്തിന്റെ ജീവൻ എന്റെ അകത്തുണ്ട്. It is a guarantee for your life. അത് നിന്റെ ജീവന് വേണ്ടിയിട്ടുള്ള ഉറപ്പാണ്. Come on church, that is a guarantee for your അത് life. നിന്റെ ജീവന് വേണ്ടിയിട്ടുള്ള ഉറപ്പാണ്. Jesus is saying you are not going to perish because my life is in you. യേശു പറയുന്നു നീ നശിച്ചു പോകത്തില്ല കാരണം എന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. No one can destroy you because my life is in you. ഒരു മനുഷ്യൻ നിന്നെ തകർത്ത് കളയാനായി സാധിക്കത്തില്ല കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. You are unperishable. നീ ഒരിക്കലും നശിച്ചു പോകത്തില്ല. Hallelujah. You are unmovable. നിന്നെ മാറ്റിക്കളയാനായി സാധ്യമല്ല. You are
unstoppable. നിന്നെ തടഞ്ഞു വെക്കുവാനായി സാധ്യമല്ല. Because the life of God is in you. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. No disease can destroy. ഒരു രോഗത്തിന് നിന്നെ തകർത്ത് കളയാൻ സാധിക്കത്തില്ല. Please be seated. Before corona, കൊറോണയ്ക്ക് മുമ്പ്, before vaccination, കൊറോണ വാക്സിനേഷന് മുമ്പ് we are also conducting small meeting here. നമ്മൾ ഇവിടെ ചെറിയ മീറ്റിംഗുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. Wow, even though we are conducting meeting, we wear the mask. നമ്മൾ മീറ്റിംഗ് നടത്തുമ്പോഴും നമ്മൾ മാസ്ക് ധരിക്കുമായിരുന്നു. The government rule. അത് ഗവൺമെന്റ് റൂൾ ആയിരുന്നു. So once we took the vaccination, we remove the mask. നമ്മൾ എപ്പോഴാണോ വാക്സിനേഷൻ എടുക്കുവാൻ ഇടയായത് ആ സമയം മുതൽ നമ്മൾ മാസ്ക് എടുത്ത് മാറ്റി. Why? എന്തുകൊണ്ടാണ്? When we took the vaccination, നമ്മൾ വാക്സിനേഷൻ എടുത്തപ്പോൾ we know നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി. the coronavirus can't do anything to me. ആ കൊറോണ വൈറസിന് ഇനി എന്റെ മേൽ ഒന്നും ചെയ്യാനായി I സാധിക്കില്ല. can't see any vaccination in my body. എന്റെ ശരീരത്തിൽ ഒരു വാക്സിനേഷൻ കാണാനായി സാധ്യമല്ല. I can't see anything. എനിക്കൊന്നും അതിനെ കാണാൻ But I സാധ്യമല്ല. know it is in me. പക്ഷെ എനിക്ക് അറിയാതെ എന്റെ അകത്തുണ്ട്. So I am not afraid about the corona. ഞാൻ അതുകൊണ്ട് ഞാൻ കൊറോണയെ ഭയപ്പെട്ടില്ല. I remove the mask. ഞാൻ മാസ്ക് എടുത്ത് മാറ്റി. I face any type of fever. ഞാൻ ഏത് പനിയെ ഞാൻ അഭിമുഖീകരിക്കാൻ തുടങ്ങി. Because I know I am vaccinated. കാരണം എനിക്കറിയാം ഞാൻ വാക്സിനേറ്റഡ് ആയിരിക്കുന്നു എന്ന്. My immunity is different. എന്റെ പ്രതിരോധ ശേഷി വ്യത്യാസമായിരിക്കും. My immune system is different now. എന്റെ പ്രതിരോധ സിസ്റ്റം അത് വ്യത്യാസമായിരിക്കും. I can overcome the coronavirus. എനിക്ക് ആ കൊറോണ വൈറസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. Before that I always wear the mask. അതിനു മുമ്പ് ഞാൻ എപ്പോഴും മാസ്ക് ധരിച്ചാണ് നടന്നിരുന്നത്. I frightened about anyone cough, started to frighten. ഞാൻ അതിനു മുമ്പ് ഞാൻ അത് പേടിക്കുവാനായി തുടങ്ങി കൊറോണയെ. So I have a program in Congo last 3 weeks before. 3 ആഴ്ചകൾക്ക് മുമ്പ് കോങ്കോയിൽ എനിക്കൊരു മീറ്റിംഗ് But ഉണ്ടായിരുന്നു. I postponed it. ഞാൻ അത് മാറ്റി വെച്ചു. Because there is a ban, those who are coming from Congo. കോങ്കോയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ നാട്ടിലൊരു We have to go to quarantine for 21 days. നമ്മൾ 21 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കേണ്ട So ആവശ്യമാണ്. that's why I postponed the program. അതുകൊണ്ടാണ് ഞാൻ ആ മീറ്റിംഗ് മാറ്റി വെച്ചത്. Indians are not allowed to go to Congo and Uganda. ഉഗാണ്ടയിലെ കോങ്കോയിലേക്ക് പോവാനായി ഇന്ത്യൻസിനെ അനുവദിക്കാറില്ല. Why they are afraid about Ebola? കാരണം അവർ എബോളയെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട്. There is no vaccination for Ebola. എബോളയ്ക്ക് ഒരു വാക്സിനേഷൻ ഇപ്പോൾ ഇല്ല. Once the vaccination take place, എപ്പോഴാണോ വാക്സിനേഷൻ ഉണ്ടാകുന്നത് people go to anywhere because they know the vaccination is inside. വാക്സിനേഷൻ എപ്പോഴാണോ ഉണ്ടാകുന്നത് ആൾക്കാർക്ക് എവിടെ വേണേലും സഞ്ചരിക്കാൻ ഇടയാകും. The same way, വാക്സിനേഷൻ അവരുടെ ഉള്ളിലുണ്ട്. you receive a new vaccination from God that is called the life of God. അതേപോലെയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു വാക്സിനേഷൻ പ്രാപിച്ചിരിക്കുന്നു. അത് ദൈവത്തിന്റെ ജീവനാണ്. Any particular disease, any situation you can face it because the life of God is in you. നിനക്ക് ഏത് രോഗാവസ്ഥ ഏത് സാഹചര്യത്തെ നിനക്ക് നേരിടുവാനായി സാധിക്കും. കാരണം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്തുണ്ട്. Listen to me. എന്നെ ശ്രദ്ധിച്ചാൽ if you read Luke chapter 8 verse 24, ലൂക്കോസിന്റെ 4:24 മുതൽ disciples are crying, we are going to perish, Lord. ശിഷ്യന്മാർ പറയാണ് ഞങ്ങൾ നശിച്ചു പോകാൻ പോകുന്നു. Because they are tossed by the waves. അത് അവർ കാറ്റിനാൽ അത് തിരമാലകളാൽ അവർ ദണ്ഡിക്കപ്പെട്ടു. So they are afraid they are going to perish. അവർ ചിന്തിച്ചു അവർ നശിച്ചു പോകാൻ പോകുന്നു എന്ന്. Truth was, സത്യം എന്ന് പറയുന്നത് Jesus was in the boat. യേശു ആ ബോട്ടിനകത്തുണ്ട്. But still they are thinking they are going to perish. എന്നിട്ടും അവർ ചിന്തിക്കുകയാണ് അവർ നശിച്ചു പോകാൻ പോകുന്നു എന്ന്. Jesus stood up in the boat. യേശു എഴുന്നേറ്റ് നിന്നു. Command the storms. കാറ്റിനെ അവൻ ശാസിച്ചു. They experienced the calm in the storm. അപ്പോൾ അവർ ശാന്തത അവർ കാണുവാനായി സാധിച്ചു. Are you listening to me? Again what he did? എന്താണ് അവൻ ചെയ്യുവാനിടയായത്? After that he asked a question to disciples. അവൻ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. Where is your faith? എവിടെയാണ് നിന്റെ വിശ്വാസം? Listen. They are crying out and waking up. അവർ കരഞ്ഞുകൊണ്ട് യേശുവിനെ ഉണർത്താനിടയായി. But Jesus is asking, where is your faith? യേശു എന്നാൽ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ? Why Jesus asked like that? എന്തിനാണ് യേശു അങ്ങനെ ചോദിക്കാൻ So ഇടയായത്? simple. നിസ്സാരമാണ്. In Jesus is in that boat, or the life is in that boat, no one can perish. Amen. കാരണം വേറൊന്നുമല്ല, യേശു അതിനകത്തുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ അതിനകത്തുണ്ട്. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ ഒന്നിനും സാധ്യമല്ല. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? If you read John chapter 11 verse 24, യോഹന്നാൻ 11:24 മുതൽ, so Jesus spoke to Maria, so
your brother going to rise up. യേശു മറിയോട് പറയാനിടയായി, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. Suddenly Mary respond to Jesus. ഉടനെ മേരി അവനോട് പ്രതികരിച്ചു. How he respond? എങ്ങനെയാണ് പ്രതികരിച്ചത്? So simple. Lord, 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 I know, Lord. ദൈവമേ എനിക്കറിയാം ദൈവമേ. One day he will resurrect. ഒരു ദിവസം അവൻ ഉയർക്കുവാനിടയാകും. So one day he is going to resurrect, Lord. ഒരു ദിവസം അവനെ ഉയർക്കുവാനിടയാകും. Because they think the resurrection is going to be a promise. അവൻ ചിന്തിച്ചത് ഉയർപ്പെന്ന് പറയുന്നത് അതൊരു വാഗ്ദത്തമാണെന്ന്. Then Jesus said, അന്ന് യേശു പറഞ്ഞു, I am the resurrection and the life. Amen. ഞാനാണ് ജീവനും ഉയർപ്പും. What does it mean? എന്താണത് പറയുന്നത്? Now Jesus is there, that's why resurrection is there. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം യേശു അവിടെയുണ്ട്, ഉയർപ്പും അവിടെയുണ്ട്. അത് വാഗ്ദത്തമല്ല, അത് റിയാലിറ്റിയാണ്. Jesus said, I am the resurrection and I am the life. ഞാനാകുന്നു ജീവനും ഞാനാണ് ഉയർപ്പും. But they think that is a promise. എവിടെയാണ് ആ വാഗ്ദത്തം? So they think that is a promise. അവര് ചിന്തിച്ച അതൊരു വാഗ്ദത്തമാണെന്ന്. Most of the people are thinking it is going to happen. കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് അത് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. It's not going to happen. അത് സംഭവിക്കാൻ പോകുന്നു It's എന്നല്ല. already there. അത് അവിടെ തന്നെ ഉണ്ട്. Jesus went to the tomb. അവൻ ശവകുടീരത്തിനടുത്തേക്ക് യേശു പോയി. Once he near to the tomb, he asked to remove the stone. അതിന്റെ മുമ്പിലായിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റുവാൻ പറഞ്ഞു. And he called out, Lazarus, come out. അവൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. The resurrection life came into Lazarus' body. He resurrected. Amen. അതാ ഉയർപ്പിന്റെ ജീവൻ ലാസറിന്റെ ശരീരത്തിലേക്ക് വന്ന് ലാസർ ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായി. Once you receive Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു you കഴിയുമ്പോൾ received the life of resurrection. നിങ്ങൾ ഉയർപ്പിന്റെ ശക്തിയാണ് നിങ്ങൾ സ്വീകരിക്കാനിടയായത്. So no one can kill you again. നിന്നെ ഇനി ആർക്കും കൊല്ലുവാനായി സാധിക്കില്ല. Cancer gone, diabetic gone, heart problem gone, pressure gone, nothing can destroy you. ഡയബറ്റിക്കിനോ ഹാർട്ട് പ്രോബ്ലത്തിനോ പ്രഷറിനോ ഒന്നും നിന്നെ തകർത്ത് കളയാനായി സാധ്യമല്ല. നിന്നെ തൊടാൻ ഇനി ഒരു ശത്രുവിനും കഴിയത്തില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി നിന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നീ ജയാളിയായി ജീവിച്ചേ പറ്റത്തുള്ളൂ. കൈയടിക്കേ ആമേൻ പറ. ഹല്ലേലൂയ. മറിയയ്ക്ക് യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോ അവൾ പറഞ്ഞു, ഒരിക്കൽ എൻ്റെ സഹോദരനും ഉയർത്തെഴുന്നേൽക്കും. യേശുവിന് കുറച്ച് ദേഷ്യം വന്നു, എൻ്റെ ഭാഷയില കേട്ടോ. യേശു പറഞ്ഞു, അത് അപ്പം നടക്കുന്ന കാര്യമല്ല, ഇപ്പം നടക്കുന്ന കാര്യമോ. കാരണം ഞാനാണ് ഉയർപ്പ, ഞാനാണ് ഉയർപ്പ. കൈയടിക്കേ ആമേൻ പറ. നിങ്ങളുടെ മരിച്ചുപോയ ഏത് സാഹചര്യവും യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി ഉയർത്തെഴുന്നേറ്റേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ ഫാമിലി മരിച്ചോ, നിങ്ങളുടെ കുടുംബം മരിച്ചോ, നിങ്ങളുടെ ജീവിതം മരിച്ചോ, നിങ്ങളുടെ ബിസിനസ് മരിച്ചോ, എനിക്കറിയത്തില്ല ഏതാ മരിച്ചു കിടക്കുന്നതെന്ന്. പക്ഷെ ഈ പകൽ നീ അറിയേണ്ടത്, നീ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം മുതൽ അത് ഉയർത്തെഴുന്നേറ്റേ പറ്റത്തുള്ളൂ. Listen, this is not a promise, this is a truth. Because Jesus lives in you, he abides in you. ഇത് വാഗ്ദത്തമല്ല, ഇത് സത്യമാണ്. കാരണം യേശു നിന്റെ അകത്ത് ജീവിക്കുന്നു, നിന്റെ അകത്ത് യേശു ഉണ്ട്. Can you say hallelujah? Hallelujah. Say hallelujah. Hallelujah. Jesus lives in you. യേശു നിന്റെ അകത്ത് ജീവിക്കുന്നു. He will resurrect all your life issues. നിന്റെ ജീവിതത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങളെ ഉയർപ്പിക്കുവാനിടയാകും. Say to your neighbor, he is going to resurrect everything where the death is reign. മരണം ബാധിക്കുന്ന എല്ലാ സ്ഥലത്തും ദൈവം നിന്നെ ഉയർപ്പിക്കുവാനിടയാകും. എന്നോട് കൂടെ നേരിട്ട് പറയാവോ, I will not cry but declare I am not going to perish because the life of God is in me. ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ ജീവനോടിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ കരയാനല്ല പോകുന്നത്, അതിനു പകരം ഏറ്റു പറയാനാ പോകുന്നത്, ഡിക്രീ ചെയ്യാനാ പോകുന്നത്, വിശ്വസിച്ചിട്ട് ഏറ്റു പറയാനാ പോകുന്നത്. കാരണം ഞാൻ നശിക്കാൻ പോകുകയല്ല, കാരണം ദൈവിക ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവിക ജീവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവിക ജീവനെ റേഡിയേറ്റ് ചെയ്യും. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവിക ജീവൻ റേഡിയേറ്റ് ചെയ്യും. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നോട് സമീപ
സമീപമായി എന്റെ അടുക്കലേക്ക് വരുന്ന ആളുകളെല്ലാം ദൈവിക ജീവൻ അനുഭവിക്കും. എന്നെ തൊടുന്നവർ അനുഭവിക്കും, ഞാൻ തൊടുന്നവർ അനുഭവിക്കും. പറ, വാ തുറക്ക. ദൈവിക ജീവൻ അനുഭവിക്കും. നിങ്ങൾ എന്റെ ഒപ്പത്തി ഒരു ഹല്ലേലൂയ പറയാവോ? നിത്യജീവൻ എന്ന് പറയുന്നത് വാഗ്ദത്തമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഹല്ലേലൂയ പറയാവോ? അടുത്തിരിക്കുന്നവരോട് പറ, ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. ദൈവത്തിന്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. റിസറക്ഷൻ ലൈഫ് ഈസ് ഇൻ മീ. ഉയർപ്പിന്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. I have the eternal life. എനിക്ക് നിത്യജീവനുണ്ട്. I have the eternal life. എനിക്ക് നിത്യജീവനുണ്ട്. I am not going to perish. ഞാൻ നശിച്ചു പോകത്തില്ല. I have the eternal life. ഞാൻ നിത്യജീവൻ എൻ്റെ അകത്തുണ്ട്. I am not going to perish. ഞാൻ നശിച്ചു പോകത്തില്ല. The power of the resurrection resident in me. ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തി എൻ്റെ അകത്ത് വസിക്കുന്നു. The power of the resurrection resident in my spirit. ഉയർപ്പിന്റെ ശക്തി എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. The glory of God abides in my spirit through the resurrection power. ഉയർപ്പിന്റെ ശക്തിയിലൂടെ ദൈവത്തിന്റെ മഹത്വം എൻ്റെ അകത്ത് ജീവിക്കുന്നു. കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നിമിഷം ഇരുന്നേ. You know what happened to first John? What happened to why John write epistle and write this scripture? എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ വാക്യം എഴുതുവാൻ ഇടയായത്? Listen to 1 John chapter 5 verse 13. യോഹന്നാന്റെ 5:13 I write these things to you who believe in the name of Son of God, that you may know that you have eternal life. അവിടെ എഴുതിയിരിക്കുക, ഞാൻ നിങ്ങൾക്കിത് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് അറിയേണ്ടതിന് തന്നെ. So why John write this epistle and why John write this scripture? എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാക്യം യോഹന്നാൻ എഴുതുവാൻ ഇടയായത്? So simple. വളരെ നിസ്സാരമാണ്. They are believers, അവർ വിശ്വാസികളായിരുന്നു. but they lose the awareness of the life of God. ദൈവത്തിന്റെ ജീവനെ കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഇല്ലാതായി പോയി. So that's why John chapter 5 verse 11 says, 11:12. അതുകൊണ്ടാണ് യോഹന്നാൻ 5:11-12 And പറയുന്നത്. this is the testimony that God gave us eternal life, and this life is in His Son. ഇത് ഈ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്ന് തന്നെ. അടുത്ത വാചകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ? പുത്രനുള്ളവനെ ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. So when you receive Jesus, from that day the life is working in you. നിങ്ങൾ എപ്പോഴാണോ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയാകുന്ന ആ നിമിഷം മുതൽ ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്ത് ജീവിക്കാൻ ഇടയാകുന്നു. Can I say a big word? ഞാനൊരു വലിയ കാര്യം നിങ്ങളോട് പറയട്ടെ. The life is in me, the same life was with Jesus. എൻ്റെ ഉള്ളിലായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് യേശുവിന്റെ അകത്തിരിക്കുന്ന അതേ ജീവൻ തന്നെയാണ് എൻ്റെ അകത്തായിരിക്കാൻ ഇടയാകുന്നത്. You know, this life make Jesus really a Jesus. ഈ ജീവനാണ് യേശുവിനെ യേശുവാക്കി മാറ്റുവാൻ ഇടയായത്. So when the life of God work in him, that day onwards he become Christ. ആ ദൈവത്തിന്റെ ജീവൻ യേശുവിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശു ക്രിസ്തുവായി മാറ്റപ്പെടുവാൻ ഇടയായത്. Hallelujah. So few things I taught to you today. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനിടയായി. So I think it's very benefitful for your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നു. Most of the Christians are believing the Bible is full of promise. കൂടുതൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ബൈബിൾ ഉടനീളം വാഗ്ദത്തങ്ങളാണ്. That is 100% truth. അത് 100% ശരിയാണ്. But when I become a child of God, ഞാനൊരു ദൈവവേദനായി തീർന്നപ്പോൾ that truth, all promises become right for me. എല്ലാ വാഗ്ദത്തങ്ങളും എൻ്റെ അവകാശമായി മാറ്റപ്പെടുവാനിടയായി. Because I live in my identity and I have His all blessings.
ഞാൻ അവൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ ജീവിക്കാനായി തുടങ്ങി. അവൻ്റെ അനുഗ്രഹം പൂർണ്ണമായി എൻ്റെ മേൽ വരുവാനായി ഇടയായി. അടുത്തിരിക്കുന്ന ആളെ കൈയെടുത്തിട്ട് പറഞ്ഞേ, ഞാൻ ഇനി ജീവിക്കേണ്ടത് മകനായിട്ടാണ്, ഞാൻ ജീവിക്കേണ്ട മകനായിട്ടാണ്. അതുകൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ വാഗ്ദത്തങ്ങളും ഇനി മുതൽ എൻ്റെ അവകാശങ്ങളാണ്. എൻ്റെ അവകാശങ്ങളാണ്.